الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين أما بعد فإني أوصيكم وإياي بتقوى الله. ഏറ്റവും ബഹുമാനത്തിലുള്ള നമ്മുടെ ഈ സംഗമത്തിൻ്റെ അധ്യക്ഷൻ, സംയുക്തമായതിൻ്റെ പ്രസിഡന്റ് കൂടിയായ ബഹുമാനമുള്ള അബ്ദുൽ ഖാദർ സാഹിബ് അവർകൾ ഇവിടെ ഈ ഒരു പ്രധാന ചടങ്ങ് അഥവാ സ്ഥാനവസ്ത്രം അണിയിക്കുക എന്നത് നിർവഹിച്ച ബഹുമാനപ്പെട്ട കുമ്പോൽ അരിത്തങ്ങൾ, മറ്റ് വേദിയിൽ ഉപവിഷ്ടായ പൂക്കോയത്തങ്ങൾ, സൈനലാഭിനീതങ്ങൾ അടക്കമുള്ള അമീതങ്ങൾ അടക്കമുള്ള ഇവിടെ സാദാത്തുക്കൾ, സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ മുശാവറ അംഗങ്ങൾ, മറ്റു വേദിയിലുള്ള പണ്ഡിതന്മാർ, ഈ 13 മഹല്ലത്തുകൾക്കും നേതൃത്വം നൽകുന്ന അതിൻ്റെ നേതാക്കന്മാർ, പ്രത്യേകിച്ച് ആ മഹല്ലുകളിൽ നിന്നൊക്കെ ഇവിടെ എത്തിപ്പെട്ട ബഹുമാനമുള്ള മോമിനികൾ, ബഹുമാനമുള്ളവരെ, ഒരു സുദീർഘമായ ഭാഷണത്തിന് ഈ വേദി ഉപയോഗപ്പെടുത്തല്ല, അതിൻ്റെ ഒരു ആവശ്യമില്ല. ഇവിടെ ഇനി ബഹുമാനപ്പെട്ട ബംബ്രാൻ അബ്ദുൽ ഖാദർ ഖാസിമി അവരുടെ പ്രസംഗമുണ്ട്. ബഹുമാനപ്പെട്ട അബ്ദുള്ള ഫൈദി അവരുടെ, ഉസ്മാൻ ഫൈദി, ഇവരൊക്കെ സമസ്തൻ്റെ മുശാവറ അംഗങ്ങളാണ്. മറ്റ് സാദാത്തുക്കളും ഇവിടെ പ്രസംഗിക്കാനുണ്ട്. അപ്പം അതുകൊണ്ട് ഈ ഒരു സന്തോഷത്തിനിക്ക് അതോടുകൂടി ഈ ഏറ്റവും വലിയ ഒരു ഉത്തരവാദിത്വം ഏൽപ്പിക്കപ്പെട്ടു. അതിന് തൗഫീഖ് ഉണ്ടാകാൻ വേണ്ടി നിങ്ങൾക്ക് ദുആ ചെയ്യാം. ഇത് ചോദിച്ച് വയ്യാതെ പോയിട്ടൊന്നുമല്ല, ഇങ്ങോട്ട് വന്ന് നിർബന്ധിച്ചപ്പോൾ പിന്നെ അതൊരാവശ്യമാണെന്ന് തോന്നി. അങ്ങനെയാണ്. അർഹതപ്പെട്ടിട്ടല്ല എങ്കിലും ചെറിയ അർഹതയൊക്കെ ഉണ്ടാകുമ്പോൾ ആ അർഹത ഉള്ളവരത് ഏറ്റെടുത്തില്ലെങ്കിൽ അതൊരു വലിയ തെറ്റായി. അങ്ങനെയാണ് അതിനോട് ബന്ധപ്പെട്ട മസാല. അപ്പം അതുകൊണ്ടാണ് ഇതൊക്കെ ഏറ്റെടുക്കാൻ കാരണം എന്നുള്ളതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കുക. പിന്നെ ഈ ആദരവ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞതാണ്. എല്ലാവരും വെറുതെ ഓരോരോ മുണ്ടോടുന്നതിൻ്റെ തോളിലിട്ട് പിന്നെ കുപ്പായിട്ട് ഇതിനൊന്നും ഒരു വലിയൊരു ആവശ്യമൊന്നുമില്ല. അത് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനത് ഇഷ്ടപ്പെടുന്നില്ല എന്ന് തന്നെ പറയാം. കാരണം ഇത് എല്ലാം കൂടി എവിടേക്കതൊക്കെ കൊണ്ടുപോവുക, ഇതിനൊക്കെ അല്ലെ പിന്നെ ഓരോരുത്തർക്ക് കൊടുക്കുക എന്നുള്ളൊരു സന്തോഷമേ പയ്യിലുള്ളൂ. അപ്പോൾ ഏതായാലും വളരെ നന്നായി. ഞാൻ ഇന്നലെയും ഞാനൊക്കെ അതിൻ്റെ മുമ്പത്തെ പരിപാടിയിലൊക്കെ കർശനമായി പറഞ്ഞതാണ്, അങ്ങനെ എല്ലാവരും കൂടുന്ന ആദരവ് നിങ്ങളൊക്കെ മനസ്സിൽ നിങ്ങളിത് എന്നെ ഏൽപ്പിക്കുന്നതോട് കൂടി തന്നെ നിങ്ങളെ ജമാഅത്തിൻ്റെ ഒക്കെ ജമാഅത്തുകാർക്കും മഹല്ലിൻ്റെ നേതാക്കന്മാർക്കൊക്കെ എന്നോടുള്ള ആദരവും ബഹുമാനമൊക്കെ ഉണ്ട്. അപ്പം അതൊരു നല്ല സംഗതി തന്നെയാണ്. അതല്ലാത്തത് കൊണ്ടല്ല ഞാൻ പറയുന്നത്. അങ്ങനെ അതിനൊന്നും സമയം കഴിച്ചുകൊണ്ട് ഞാനത് വലിയ ഒരു കുട്ടി ആഘോഷിക്കണ പരിപാടി ആക്കണ്ടെന്നാണ് ഞാൻ എല്ലാവരോടും പറഞ്ഞത്. എനിക്ക് അതിനൊന്നൊരു ആവശ്യം എന്നെ സംബന്ധിച്ചിടത്തോളം ഇല്ല. കാരണം എനിക്കിപ്പോൾ എല്ലാവരും കൂടി കൂടിയതുകൊണ്ട് ഞാൻ വലുതാകണമില്ല, ആരും കൂടിയില്ല നിൽക്കുക, ഞാൻ ചെറുതാവും ചെയ്യൂല. അങ്ങനെയാണല്ലോ അതിൻ്റെ സ്വഭാവം. അപ്പം അതുകൊണ്ട് പിന്നെ തലപ്പാവ് വെക്കൽ അത് ഞാൻ അവരോട് പറഞ്ഞണം. നമുക്ക് കുഞ്ഞുപോയ തങ്ങൾ വരട്ടെ, അല്ലെങ്കിൽ മൂപ്പര് 5-നെ പറഞ്ഞേക്കട്ടെ. അപ്പോൾ അത് ഇവർ പറഞ്ഞപ്പോൾ തങ്ങൾ സന്തോഷപൂർവ്വം രണ്ടാളും സ്വീകരിച്ചു. കുഞ്ഞുപോയ തങ്ങൾക്ക് വരാൻ പറ്റാത്ത മൂപ്പര് ചില ബുദ്ധിമുട്ടുകൾ ഇവരോട് പറഞ്ഞു. അലി തങ്ങൾ സുഖമുണ്ടായിട്ട് വന്നതല്ല, മൂപ്പരിന്ന് പനിയൊക്കെ ഉണ്ട്, പനിക്കൊക്കെ ഗുളിയൊക്കെ കുടിച്ചിട്ട് ആണ് മൂപ്പര് വന്നത്. ഇത് എന്നോടുള്ളൊരു സ്നേഹമാണ്, നിങ്ങളുടെ രാജ്യത്തിനോടുള്ളൊരു സ്നേഹമാണ്, സമസ്ത കേരള ജമിയത്തുൽ ഉലമയോടുള്ള സ്നേഹമാണ്. എന്നും സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ പിന്നിൽ പൂർണ്ണമായി അടിയുറച്ച് നിൽക്കണേ, സമസ്തൻ്റെ ആശയങ്ങൾ ആദർശങ്ങളൊക്കെ പൂർണ്ണമായി ഉൾക്കൊണ്ടുകൊണ്ടിട്ട് മഹാന്മാരാവുന്ന നമ്മുടെ മുൻഗാമികൾ, ഞാൻ എപ്പോഴും പറയലുണ്ടല്ലോ, മഹാനാവുന്ന ഷെയ്ഖുന ശംസുൽ പറയലുണ്ട്, മുൻഗാമികൾ ഇവിടെ പറഞ്ഞതും അവർ ചെയ്തു പോകുന്നതുമായ കാര്യങ്ങൾ അതിന് നമ്മൾ ലക്ഷ്യം നോക്കിയിട്ട് കണ്ടിട്ടില്ലെങ്കിലും അത് നമ്മൾ തള്ളാൻ പാടുള്ളതല്ല. അവരതിൻ്റെ ലക്ഷ്യം കണ്ടിട്ടുണ്ടാവും. അതോടൊപ്പം മുൻഗാമികൾ ചെയ്യുന്ന ഏതെങ്കിലും ഒരു സംഗതിക്ക് എതിരിൽ നിങ്ങൾ വല്ല ലക്ഷ്യങ്ങളും കണ്ടാൽ ആ മുൻഗാമികൾ പറഞ്ഞത് തെറ്റാണെന്ന് പറയാൻ പറ്റൂല. കാരണം ആ ലക്ഷ്യങ്ങൾ അവരും കണ്ടതാണ്. അതല്ല ഇപ്പം ഇമാം ഷാഫിയൊക്കെ പറഞ്ഞത് അങ്ങനെ തന്നെ. റളിയല്ലാഹു തആല അൻഹു ഇദാ സഹൽ ഹദീസു വഹുവ മദ്ഹബീന,
സഹിയായ ഹദീസാണ് എൻ്റെ മദ്ഹബിൻ്റെ അടിസ്ഥാനം. അങ്ങനെ നിങ്ങൾക്ക് വല്ല സംശയമുണ്ടെങ്കിൽ അതിനെതിരായി വല്ലതും കണ്ടാൽ ഫത്വ കൗലീതാണ്. എന്നാൽ ഇവിടുത്തെ മുജാഹിദീങ്ങളൊക്കെ പറയണത് പോലെ ഇമാം ഷാഫി തങ്ങളെ ഈ മദ്ഹബിനിക്ക് മൂപ്പരടിസ്ഥാനമാക്കിയതായ ഹദീസുകൾക്ക് എതിരിലുള്ള ഏത് ഹദീസുകളുണ്ടെങ്കിലും അതൊക്കെ ഇമാം ഷാഫി തങ്ങൾ കണ്ടതാണ്. അത് മനസ്സിലാക്കണം നമ്മൾ. മഹാനാവുന്ന അബൂ ഹനീഫ ഇമാമിൻ്റെ മദ്ഹബ് പ്രകാരം ഗുഹ്യസ്ഥാനം തൊട്ടാൽ അത് ഉളു മുറിയിലാണ്. ഇമാം ഷാഫീൻ്റെ മദ്ഹബ് എന്താ? അത് ഉളു മുറിയുന്ന. രണ്ടിനും ഹദീസുണ്ട്. പക്ഷേ ഇമാം അബൂ ഹനീഫയും തങ്ങൾ ലക്ഷ്യം പിടിക്കണ ആ ഹദീസിലെ പല കാരണങ്ങളെ കൊണ്ടും ഇമാം ഷാഫി തങ്ങൾ അതിനെ എതിർത്തിട്ടുണ്ട്, ഗണ്ണിച്ചിട്ടുണ്ട്. അപ്പം അത് കാണാത്തത് കൊണ്ടല്ല. അപ്പം സഹിയായ ഹദീസുമ്മൽ മാത്രമേ മഹാന്മാരാവുന്ന അയിമ്മത്ത് അവരെ മദ്ഹബിനെയും അവർക്കുള്ളതായ ഹുക്കുമുകളും അവരോട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അവരടിസ്ഥാനമാക്കി പറഞ്ഞത്. അതാണ് മഹാനാവുന്ന ശൈഖുനാ ശംസുൽ ഉലമായ ഖദ്ദസല്ലാ. അവർ പറയുന്നതൊക്കെ വലിയ വലിയ മണിമുത്തുകളാണ്. പിന്നെയാണ് നമുക്കത് മനസ്സിലാവുന്നത്. പറയലുണ്ട് എപ്പോഴും മഹാന്മാർ ചെയ്യുന്നതും പറയുന്നതും നമ്മൾ വിശ്വാസതല്ലേ. നമ്മളെല്ലാത്തിനും ലക്ഷ്യം നോക്കി പോകേണ്ട ആവശ്യമില്ലല്ലോ. അവർ ചെയ്യണത് ചെയ്യണത് നമ്മൾ പൂർണ്ണമായി അംഗീകരിക്കുക. അത് വിശുദ്ധമായ ഒരു പാരമ്പര്യമല്ലത്. ഇത് വിശുദ്ധമായ പാരമ്പര്യം എന്നാന്ന് ആർക്കെയും വിശ്വാസം ഉണ്ടോ? അങ്ങനെ വിശ്വാസം ഉണ്ടെങ്കിൽ പിന്നെ ഇത് തുടരാൻ പറ്റൂല. അപ്പം ഇതൊരു വിശുദ്ധമായ ഒരു പാരമ്പര്യമാണ്. ആ പാരമ്പര്യം അനുസരിച്ച് നമുക്ക് ലഭിക്കപ്പെട്ടത്. അത് പിന്നെ ലക്ഷ്യം നോക്കിപ്പോണ്ട. അതിന് എതിരിൽ ലക്ഷ്യം കണ്ടാലോ ആ ലക്ഷ്യം അനുസരിച്ച് പ്രവർത്തിക്കണ്ടെന്ന് പറഞ്ഞിട്ട്. കാരണം ആ ലക്ഷ്യം അവർ കണ്ടതാണ്. അവർ പറയുന്നതിന് നമ്മൾ ലക്ഷ്യം കണ്ടിട്ടില്ല എന്ന് നോക്കുക, എന്നാൽ അത് കാണാനും പറ്റൂല. ഇതാണ് നമ്മളെ അടിസ്ഥാനം. ഇതാണ് സുന്നത്ത് ജമാഅത്തിൻ്റെ അടിസ്ഥാനം. അതാണ് ഇത്. നമ്മൾ ഏത് മുജാഹിദിന് മുന്നിലും അത് പറയാൻ തയ്യാറാണ്. അങ്ങനെയാണ് നമ്മളെ അടിസ്ഥാനം. അപ്പോൾ മഹാന്മാരാവുന്ന അയിമ്മത്ത് മശായിഖന്മാർ അവർ കാണിച്ചു തന്ന ഈ വിശുദ്ധമാവുന്ന പാരമ്പര്യം, ആ പാരമ്പര്യത്തിൽ ഉറച്ചു നിൽക്കുന്നവരാണ് ഇവിടെയുള്ള സാദാത്തുക്കളും ഇവിടെയുള്ള മഹാന്മാരാവുന്ന പണ്ഡിതന്മാരൊക്കെ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ബഹുമാനപ്പെട്ട കുഞ്ഞിക്കോയ തങ്ങൾ ഇവിടെ വന്ന്, അല്ലെങ്കിൽ അലി തങ്ങൾ വന്ന് അവർ എൻ്റെ തലയത് വെക്കുക എന്നുള്ളത് ഞാൻ വളരെയധികം സന്തോഷത്തിലാണ്. ആ സന്തോഷമാണ് ഇപ്പം ഞങ്ങൾ പങ്കെടുത്തത്. ബഹുമാനപ്പെട്ടവർ വളരെ ബുദ്ധിമുട്ടായിയാണ് വരണമെന്ന് എന്നോട് പറഞ്ഞിട്ടില്ല. ഞാൻ ബുദ്ധിമുട്ടായിയാണ് വരണമെന്ന് മൂപ്പരോട് അടുത്ത ഒരാളോട് പറഞ്ഞു എനിക്ക് പനിയൊക്കെ ഉണ്ട്. മറ്റേ മൂപ്പര് പറഞ്ഞു എനിക്ക് വരാൻ ചില അസൗകര്യമുണ്ട്, അത് വഴി അറിയുകയും ചെയ്തു. അപ്പോൾ അതുകൊണ്ടിട്ട് ഇവരൊക്കെ വിശുദ്ധമായ നമ്മളെ സംഘടനയായ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ പിന്നിൽ അതിൻ്റെ ആശയങ്ങളും ആദർശങ്ങളും ഒക്കെ പൂർണ്ണമായി അംഗീകരിച്ചു കൊണ്ടിട്ട് സമസ്തൻ്റെ ഫത്വയും സമസ്തൻ്റെ തീരുമാനങ്ങളൊക്കെ അംഗീകരിച്ചു കൊണ്ട് നിന്നവരാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. അതിനെതിരിൽ അവരൊന്നും ഒരു വാക്ക് പോലും പറയാനില്ല. അത് നമ്മൾ പറയാൻ പാടുള്ളതുമല്ല. അപ്പോൾ അതാണ് നമ്മളെ ക്വാളിറ്റി എന്ന് പറയുന്നത്. നമ്മൾ അങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഏതായാലും ഇവിടെ ഉത്തരവാദിത്വം വലിയ ഉത്തരവാദിത്തമാണെന്ന് എല്ലാവരും പറഞ്ഞല്ലോ. അതങ്ങനെ തന്നെയാണ്. കത്തി കൂടാതെ അറക്കപ്പെട്ടു എന്നൊക്കെ പറഞ്ഞല്ലോ. മൻ വലിയൽ എന്നാണ്. ഒരു ഖാദിമാരെ 3 വിഭാഗമായി ഓരി വെച്ചാൽ 2 വിഭാഗം നരകത്തിലുമാണ്, 1 വിഭാഗം സ്വർഗത്തിലുള്ളൂ. അപ്പം അതിൻ്റെ ഗൗരവം മനസ്സിലായി. ഇപ്പം ഞാൻ വരുമ്പോൾ തന്നെ എന്നോട് വലിയ മെല്ലാരി ഒരു മസാല ചോദിച്ചു, ഒരു പെണ്ണിനെ കെട്ടിക്കണ മസാല. അപ്പം അങ്ങനത്തെ പല മസാലകളും സംഗതികളൊക്കെ ഉണ്ടാവും. ഇതൊക്കെ അതിൻ്റെ യഥാർത്ഥ രൂപത്തിൽ പറഞ്ഞു കൊടുക്കണമല്ലോ. അല്ല ഞാൻ അള്ളാഹിൻ്റെ മുന്നിൽ ഞാൻ എന്താക്കേണ്ടി വരും ഇങ്ങനെ പറഞ്ഞിട്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ ഒരു ഖാദി ചെയ്യണത് അവൻ മുജിത്തഹിദല്ലെങ്കിൽ ഇൽഹാറുൽ ഹുക്കുമല്ല. മഹാന്മാരാവുന്ന അയിമ്മത്ത് ഇവിടെ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തന്ന ആ ഹുക്കുമൻ നമ്മൾ വെളിച്ചത്തോട്ടുകയാണ്. പിന്നെ അതിന് നടപ്പിൽ വരുത്തുകയാണ് ചെയ്യുന്നത്. പക്ഷേ നടപ്പിൽ വരുത്താൻ ഇന്നത്തെ ഖാദിമാരെ സംബന്ധിച്ചിടത്തോളം അത് കഴിയൂല. കാരണം നമ്മളെടുത്ത് പഴയ മുസ്ലിങ്ങളെ ഭരണകൂടം അല്ലെങ്കിൽ മുസ്ലിം ഇമാമിങ്ങളൊക്കെ നിശ്ചയിക്കുമ്പോൾ ആ ഇമാമിൻ്റെ നിശ്ചയം അനുസരിച്ച് ഈ ഖാദിക്ക് അയാളുടെ വിധികൾ നടപ്പിൽ വരുത്താൻ ആവശ്യമുള്ളതായ സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കും. ഖാദിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ വിഷയത്തിലും ഇപ്പം ക്രിമിനലിലൊക്കെ അന്നത്തെ ഖാദിമാർക്ക് മുസ്ലിം ഭരണകൂടത്തിൻ്റെ കീഴിലുള്ള ഖാദിമാർക്ക് അതിന് വിധി പറയാം. അവർ വിധിയായിരിക്കും അന്നത്തെ രാജാക്കന്മാരോ അല്ലെങ്കിൽ ഗവൺമെൻറ്റൊക്കെ സ്വീകരിക്കും. ഇന്ന് നമ്മളെ സംബന്ധിച്ചോ നമ്മളിപ്പോൾ തൗലിയത്തിൽ പറയേണ്ട ഒരു സംഗതിയാണല്ലോ, എന്ത് യുസ്തർത്തു തഴീനുമായി വല്ല ഫിഹിന്ന. ഏത് വിഷയത്തിലാണ് ഇയാളെ ഖാദിയാക്കണത് അതിനെ തഴീൻ ചെയ്യൽ, അതിനെ തിട്ടപ്പെടുത്തി പറയൽ ഷർത്താണെന്നാണ്. അപ്പം നിങ്ങൾക്ക് ഇന്ന അധികാരമുള്ളൂ എന്നൊക്കെ പറയാം.
അത് ഇവിടെ പറയേണ്ട ആവശ്യമില്ല അപ്പം ഇന്ന്. കാരണം എന്തുകൊണ്ട് ഇവിടെ നിന്നല്ല, ഇന്നത്തെ കാദിമാർക്കൊന്നും നമ്മൾ അവർ തൗലിയത്ത് ചെയ്യുമ്പോൾ പറയണ്ട. കാരണം ഇന്നൊരു അലിഖിത നിയമമുണ്ട്, ഇന്ത്യൻ ഭരണഘടന അനുശാസിക്കണം, ഇന്ത്യയിലുള്ള ഖാദി ആക്ട് അനുശാസിക്കണം നിലക്കുള്ള നിയമങ്ങൾ. ആ സംഗതികൾ മാത്രമേ ഖാദിക്ക് ചെയ്യാൻ പറ്റുള്ളൂ, അതല്ലാതെ ചെയ്യാൻ പറ്റില്ല. അപ്പം അതുകൊണ്ട് ഈ ഇന്ത്യൻ്റെ ഭരണഘടനയോടും ഇവിടുത്തെ ഖാദി ആക്ടിനോടൊക്കെ ഒരു നിലക്കും എതിരാവാത്ത നിലക്ക് നമ്മളോട് ബാധിക്കണതായ മറ്റുള്ള കാര്യങ്ങളിലൊക്കെ ഇടപെട്ടുകൊണ്ടിട്ട് അതിന് വേണ്ടതൊക്കെ ചെയ്യുക. അതിന് നിങ്ങളുടെയും കൂടി സഹകരണങ്ങൾ ഉണ്ടാവണം. അത് ഉണ്ടാവുമെന്നാണ് നിങ്ങൾ പറഞ്ഞത്. ഞങ്ങളെ ഈ മഹലിൻ്റെയും ഇതിനോട് ബന്ധപ്പെട്ട മഹലുകളൊക്കെ ഖാദിയായിട്ട് ഞങ്ങൾ അധികാരപ്പെടുത്തി എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഖാദി എന്ന് പറഞ്ഞാൽ അങ്ങനെ ഇൽസാമു മൻ ലഹുൽ ഇൽസാം അൽ ഹുക്മാണ്, ജനങ്ങളെ ആധികാരികമായി അവരോട് പറയാനും ചെയ്യിപ്പിക്കാനും അർഹതയുള്ള ആൾ, അതാണ് ഖാദി. അവന് അതിന് ബന്ധപ്പെട്ടതായ ഹുക്മിനെന്താക്കുക, ജനങ്ങളോട് ഇൽസാം ചെയ്യുക. അതങ്ങനെയാണ് അങ്ങനെ ചെയ്തോളണം എന്ന് പറയാം. അതാണ് ഖാദിനെ പറ്റി പറയുന്ന സ്ഥലത്ത് പറഞ്ഞത്. ഖാദി എന്ന് പറഞ്ഞാൽ മുഫ്തിം വസിയാദത്തുന്ന, അദ്ദേഹം ഫത്വ കൊടുത്താൽ മാത്രം പോരാ, വസിയാദത്തുൻ, അതിൻ്റെ അപ്പുറം ഒന്നുണ്ട്. ഇപ്പം സമസ്തകളുടെ ജമീയത്തുലമയ്ക്ക് ഒരുപാട് ഫത്വകൾ ചോദ്യം വരുന്നുണ്ട്. അത് ഫത്വ എഴുതി കൊടുത്താൽ മതി, അതനുസരിച്ച് ആളുകൾ ചെയ്യണ്ടോ ചെയ്യുന്നത് നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല. ഇങ്ങനെ മറിച്ച് ഖാദി ചെയ്യേണ്ടതെന്ന്, ഖാദി ആ ഹുക്കുമ പറഞ്ഞാൽ മാത്രം പോരാ, ആ ഹുക്കുമിനെ നടപ്പിൽ വരുത്തുകയും വേണം. ഇത് മുൻകഴിഞ്ഞ പഴയ കാലത്ത് മുസ്ലിം ഭരണകൂടത്തിൻ്റെ കീഴിലുള്ള മുസ്ലിമീങ്ങളെ ഇമാമ് നിശ്ചയിക്കണ, ഹാക്കിം നിശ്ചയിക്കണ ഖാദിമാർക്ക് അതുണ്ടായിരുന്നു. ഇന്നിപ്പോൾ ഹല്ലാക്കത്തിൻ്റെ ആളുകൾ എന്ന് പറഞ്ഞ സംഗതി ഇല്ല. അതുകൊണ്ടാണ് മഹലിലുള്ള ആളുകൾ എല്ലാവരും കൂടിയിട്ട്, പിന്നെ ഇപ്പോൾ ലീഗ് നല്ല എന്ന് പറഞ്ഞ മാതിരിക്ക് കിട്ടുന്ന ആളുകളെ പിടിച്ച് അതിലൊക്കെ ഏകദേശം പറ്റുമെന്ന് തോന്നുന്നവരെ പിടിച്ച് ആക്കുക. അതാണ് ഇപ്പോൾ നമ്മൾ ചെയ്യണത്. അതുകൊണ്ടാണ് ദൗർവത്തിൻ്റെ ഖാദി എന്ന് ഇപ്പോഴത്തെ ഖാദിമാരെ പറ്റി പറയുന്നത്. അപ്പോൾ ഏതായാലും ഖാദി എന്നുള്ള നിലക്ക് എനിക്ക് ഇടപെടാൻ ഈ ഇന്ത്യ രാജ്യത്തിൻ്റെ ഭരണകൂടത്തിനോടും ഖാദി ആക്ടിനോടും എതിരാവാത്ത കാര്യം അതെന്താണോ അതനുസരിച്ച് ഇതിലൊക്കെ ഇടപെട്ടുകൊണ്ടിട്ട് ഈ മഹല്ലത്തിന്, ഇപ്പോൾ എനിക്ക് പുത്തൂര് 10-35 മഹലുണ്ട് നിങ്ങൾക്കറിയാമല്ലോ. BC റോഡിലുണ്ട്. ഇപ്പോൾ അത് BC റോഡിനടുത്ത് അവിടെ ഈ പിന്നെ എന്താണ് ഒരു സ്ഥലം ഉണ്ടല്ലോ നമ്മുടെ വിത്തബയിലില്ല, അതിനപ്പുറത്ത് അടിയാർ കണ്ണൂർ, അതെ, അവിടെ അതിനോട് ബന്ധപ്പെട്ടൊരു 20 ഉണ്ട്. പിന്നെ ഇന്നലെ ഇവിടെ വെൽസങ്ങാടി ഒരു 14, പിന്നെ കാരായ, ഇനിയിപ്പോൾ അടുത്ത 2-3 തൗലിയത്തുകളും കൂടിയുണ്ട്. അതിന് ശേഷം പലരും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ നിലക്ക് കഴിവിൻ്റെ പരമാവധി എല്ലാ സ്ഥലങ്ങളിലും ഞാൻ ജില്ലൻ്റെ ഖാദിയാണെന്നോ അതൊന്നും ഞാൻ അവകാശപ്പെടുന്നില്ല. മനസ്സിലായി, ജില്ലൻ്റെ ഖാദിയാണെങ്കിൽ ജില്ലക്കാരെല്ലാവരും കൂടി ആക്കണ്ടേ. അപ്പോൾ ഇവിടെ പഴയ ഖാദിമാരുണ്ട്. അപ്പോൾ ഞാൻ എനിക്കുള്ള മഹലിൻ്റെ ഖാദിയാണെന്ന് പറഞ്ഞോളി, അത്രേ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഏറ്റവും വലിയ ഈ ഉത്തരവാദിത്വം അർപ്പിക്കപ്പെട്ടത്, ആ ഉത്തരവാദിത്വം അതിൻ്റെ ഹക്ക് പോലെ നടത്തി പോകാനുള്ള തൗഫീഖ് നമുക്കൊക്കെ ഉണ്ടാവട്ടെ. അതിനാണ് നമ്മൾ ഇങ്ങനത്തെ മഹാന്മാരാവുന്ന മഹാന്മാരാവുന്ന പണ്ഡിതന്മാരെയൊക്കെ വിളിച്ച് അവരുടെ ആ നേതൃത്വത്തിൽ വെച്ചുകൊണ്ട് ഈ ചടങ്ങുകൾ നിർവഹിക്കപ്പെടുന്നത്. കാരണം അവരൊക്കെ ദുആ ബർക്കത്ത് കൊണ്ട്, നമ്മൾക്കത് ചെയ്യാൻ കൽപ്പുള്ളവനല്ലെങ്കിലും അവരെ ദുആ ബർക്കത്ത് കൊണ്ട് ചിലപ്പോൾ അത് ചെയ്യാൻ കഴിയും. അപ്പോൾ അതുകൊണ്ടിട്ട് നിങ്ങളെല്ലാവരും ദുആ ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഏൽപ്പിക്കപ്പെട്ട സംഗതി അതിൻ്റെ എല്ലാവിധ പ്രൗഢിയോടും അതിൻ്റെ എല്ലാവിധ കാര്യങ്ങളെയും പരിഗണിച്ചുകൊണ്ട് ചെയ്യാൻ അല്ലാഹു എനിക്കും എന്നോട് സഹകരിക്കാൻ ഓരോ മഹല്ലത്തുകാർക്കും അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട്, പിന്നീട് നമ്മൾ എല്ലാ മഹല്ലത്തുകളെയും വിളിച്ചിട്ട് ഒരു പൊതുപരിപാടി നടത്തുന്നുണ്ട്. ഇതിൽ ബയ്യത്ത് ചെയ്യപ്പെട്ട എല്ലാ മഹല്ലത്തുകളെയും, അത് ബയ്യത്തല്ല തൗലിയത്ത് ചെയ്യപ്പെട്ട എല്ലാ മഹല്ലത്തുകളെയും. അപ്പോൾ തൗലിയത്തൊക്കെ കഴിയട്ടെ. അതിൻ്റെ ശേഷം മഴയൊക്കെ കഴിഞ്ഞതിന് ശേഷം എല്ലാവരെയും വിളിച്ചു കൂട്ടി അതിനെല്ലാവർക്കും കൂടാൻ പറ്റുന്നതായ ഒരു പൊതുവേദി എവിടെയെന്നുള്ളത് നോക്കി ആ വേദിയിൽ വെച്ചുകൊണ്ട് ഒരു വിശാലമായ സമ്മേളനം നടത്തും. അതിന് ഈ മഹാന്മാരാവുന്ന ഉസ്താദന്മാരും സാദാത്തുക്കളൊക്കെ പങ്കെടുക്കുകയും ചെയ്യും. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ നിലക്ക് നമ്മളെ മഹല്ലത്തിലുള്ള ഐക്യവും സന്തോഷമൊക്കെ അല്ലാഹു നിലനിർത്തിയിട്ട്. പ്രത്യേകിച്ച് പറയാനുള്ളത്, നമ്മളെ യുവാക്കളൊക്കെ അവർ മോശമാവുന്നതായ പല പ്രവണതകൾക്കും അധീനപ്പെട്ടുകൊണ്ടിട്ട് കേടുവന്ന് പോണതായ ഒരു രൂപമാണെന്ന് കാണുന്നത്. അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. ഓരോ മഹല്ലത്തിലുള്ളതായ കമ്മിറ്റി അവർ അത് ശ്രദ്ധിക്കേണ്ട വിധത്തിൽ ശ്രദ്ധിക്കണം. അല്ലാതെ പെടുന്ന രീതി നമ്മൾ അതിൻ്റെ മേലൊരു ആക്ഷനായിട്ട് നടന്നാൽ അത് ശരിയാവും. അത് ചിലപ്പോൾ അപകടമായിരിക്കും.
അപ്പോൾ അതിന് ഗവൺമെൻറ് നടത്തുന്നതായ ചില പല തൂഫാൻ, അത് രമേശ് ചെന്നിത്തല അത് പ്രഖ്യാപിച്ച പിറ്റേന്ന് എൻ്റെ അടുത്തൊക്കെ വന്നിരുന്നു. അപ്പോൾ ആ നിലക്ക് അത് കേരളത്തിൽ അതുണ്ട്, അങ്ങനത്തെ ഒരു സംവിധാനമുണ്ട്. ഇപ്പോൾ തൂഫാൻ കൊണ്ട് കേരളത്തിലുള്ള ഓരോ മഹല്ലത്തുകാരും ഓരോ സംഘടനകളൊക്കെ അതിനോട് സഹകരിച്ചു കൊടുക്കുക. അപ്പം ഇവിടെ അങ്ങനെ ഒരു സംവിധാനം ഇല്ലെങ്കിൽ തന്നെ നമ്മളൊക്കെ എന്താ വളരെ മനഃശാസ്ത്രപരമായി ഈ കുട്ടികളൊക്കെ എങ്ങനെ ഇന്ന് ഒഴിവാക്കാൻ പറ്റും എന്താ നിലക്ക് നമ്മൾ റസൂലുള്ളാഹിന്റെ എഴുത്ത് ഒരുത്തം വന്ന് പറഞ്ഞു, ഞാൻ വ്യഭിചരിച്ചിരിക്കണ നബിയെന്ന് പറഞ്ഞു. അപ്പോൾ റസൂൽ എന്താ പറഞ്ഞത്? ഇജ്ജ് വ്യഭിചരിച്ചിട്ടുണ്ടാവില്ല, ഇജ്ജ് ഓളെ കൂട്ടി പിടിച്ചതാണെങ്കിൽ. അല്ല നബിയെ, ഞാൻ ശരിക്കും വ്യഭിചരിച്ചിരിക്കണം. ആ ചങ്ങലി അത് ഉണ്ടാകാനില്ല, ഇജ്ജ് വ്യഭിചരിച്ചിട്ടേനല്ല, ഇജ്ജ് ഓളെ കൂട്ടി പിടിച്ചതാണ് ഈ കാരണം, എനിക്ക് എന്തെങ്കിലും തോന്നിയതാണ് ഈ കാരണം എന്നൊക്കെ പറഞ്ഞു. അപ്പം ഇയാൾ പിന്നെയും പറയും വ്യഭിചരിച്ചിരിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ റസൂള്ള പിന്നെ ഇത് ചോദിച്ചു, സഹാബത്തിനോട് പറഞ്ഞു, ഇപ്പം നിങ്ങൾ ചോദ്യം ചെയ്ത് വേണ്ടത്. ഒരാൾ റസൂള്ളാനോട് എന്ന് പറഞ്ഞു, എനിക്ക് നിങ്ങൾ പറയണതൊക്കെ ചെയ്യാൻ എനിക്ക് സാധ്യമല്ല, അതുകൊണ്ട് ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. അപ്പോൾ റസൂള്ള അയാളോട് പറഞ്ഞു, എനിക്ക് പൊള്ളു അറിയണമെന്ന്, എനിക്ക് കള്ളു കുടിച്ചണം, എനിക്ക് പെണ്ണ് കുടിച്ചണം, അങ്ങനത്തെ എല്ലാം അയാൾ റസൂള്ളാനോട് പറഞ്ഞു. റസൂള്ള പറഞ്ഞു, അതൊക്കെയോ എന്തായാലും നിന്നോട് ഒരു സംഗതി ഞാൻ കൽപ്പിക്കുമോ, ഇത് സ്വീകരിക്കുമോ എന്ന് ചോദിച്ചു. അത് ഞാൻ സ്വീകരിച്ചു, എന്നാൽ പൊള്ളു അറിയരുത്. പിന്നെ ഇയാളെ കള്ളു കുടിക്കാൻ വിളിക്കപ്പെട്ടപ്പോൾ ഇയാൾ എന്താ പറഞ്ഞതെന്ന്, കള്ളു കുടിച്ചാൽ റസൂലുള്ളാഹിനോട് എന്ന് പൊള്ളു പറയണം, പൊള്ളു പറഞ്ഞിട്ടില്ല എന്നൊക്കെ, കള്ളു കുടിച്ചു നിൽക്കുക, എന്നാൽ അതിൻ്റെ ശിക്ഷ ലഭിക്കപ്പെടും. പിന്നെ പെണ്ണ് പിടിക്കാനുള്ളതായ ഒരു സാഹചര്യം അയാൾക്ക് കിട്ടി. അപ്പം അയാൾ ആ വാതിൽക്ക് ചെന്ന് പെണ്ണിൻ്റെ ആ വാതിൽക്ക് എത്തിയപ്പോൾ മൂപ്പർക്ക് തോന്നി, റസൂലുള്ളാഹിനോട് പെണ്ണ് പിടിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ അത് പൊള്ളാവും, നേരെ മറിച്ചോ റസൂലുള്ളാഹിനോട് പിടിച്ചിക്കണെന്ന് പറഞ്ഞാൽ അതിൻ്റെ ശിക്ഷ ലഭിക്കപ്പെടും ചെയ്യും. ഇങ്ങനെ എല്ലാ തമ്മാഴിത്തരത്തിൽ നിന്നും അയാൾ ഒഴിഞ്ഞു എന്നാണ്. റസൂൽ അയാളോട് എല്ലാത്തിനും ഒഴിഞ്ഞിക്കണം എന്നല്ല പറഞ്ഞു, ഒന്നും പറഞ്ഞില്ല. ഞാൻ റസൂൽ പറഞ്ഞു, ഒന്ന് ഞാൻ കൽപ്പിക്കും, അത് സ്വീകരിക്കാൻ തയ്യാറാവണം. ഇതാണ് മനഃശാസ്ത്രം. ഈ മനഃശാസ്ത്രം എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ വിചാരിച്ചത് ഇപ്പോൾ കുറച്ച് ആൾക്കാരുണ്ടാക്കിയതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിൽ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ ദഅവത്ത് മുഴുവനും മനഃശാസ്ത്രപരമായിട്ട്. അപ്പോൾ അതുകൊണ്ടിട്ട് ഇനി പിന്നീട് അതിനെപ്പറ്റിയൊക്കെ പിന്നെ സംസാരിക്കാം. ആ നിലക്ക് നമ്മൾ മനഃശാസ്ത്രപരമായിട്ട് കുട്ടികൾക്കൊരു വെറുപ്പില്ലാത്ത നിലക്ക് അവരെ ഇതിനൊക്കെ മോചിപ്പിക്കാൻ ആവശ്യമാകുന്ന പ്രവർത്തികൾ ഓരോ മഹല്ലിലും നമ്മൾ ചെയ്യണമെന്ന് എല്ലാ മഹല്ല് ജമാഅത്തിനോടും പ്രത്യേകമായി ഉണർത്തിക്കൊണ്ട് ഞാൻ ഉപസംഹരിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സാരസ സമ്പൂർണമായ സദുപദേശം നൽകി നമ്മുടെ വേദിയെ അനുഗ്രഹീതമാക്കിയ സയ്യിദുൽ ഉലമ അവറുകൾക്ക്